السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس اتقوا الله عباد الله. സ്റ്റേജിലുള്ള സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് കേന്ദ്ര സമിതിയുടെ നേതാക്കന്മാരെ, ಹಿರಿಯ വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്ത് ജാമിയ എടവണ്ണ ഇതിരെ പ്രിൻസിപ്പൽ മൗലവി അഹമ്മദ് അനസ് ഉസ്താദ്, അതേപോലെ ഗണ്യ അതിഥിമാർ, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് പറങ്കിപ്പേട്ട ഘടകത്തു എല്ലാ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, സദസ്സിലുള്ളതായ എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, ಹಿರಿಯಂಗ, ഈ ശബ്ദ ദൂരത്തിൽ നിന്നും മുട്ടത്തിൽ നിന്നും കേൾക്കുന്നതായ എല്ലാ പിരിസത്തോ സഹോദര സഹോദരിമാരെ, സുബൈഗ് തുടങ്ങിയതായ മക്കളെ പ്രോഗ്രാം അതിരെ അവസാന ഘട്ടത്തിൽ എത്തിക്കിറ് ഞങ്ങൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു കാര്യക്രമത്തിൽ അല്ലാഹു തൃപ്തിപ്പെട്ടതായ നാളെ പരലോകത്തിൽ വലിയ മുതൽക്കൂട്ടമായിട്ട് അല്ലാഹു സ്വീകരിക്കപ്പെട്ടതായ സ്വാലിഹായ സത്കർമ്മത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറിയതും വലിയതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ ദോഷങ്ങളെ ഗഫാറായ റബ്ബു ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഈ പ്രോഗ്രാമുകു തടി കൊണ്ടും മുതലുകൊണ്ടും സഹായിച്ച് സഹകരിച്ച് പല നിലക്കും സഹായിച്ചതായ ആൽമാറുള്ളാറ് അല്ലാഹു നമുക്ക് തക്കതായ പ്രതിഫല ഇഹത്തിലും പരത്തിലും കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കച്ചവടത്തില്, ഞങ്ങളെ ആരോഗ്യത്തില് അല്ലാഹു ഖൈറേയും ബർക്കത്തിനെയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സവിസ്താരമായിട്ടുള്ളതായ ഒരു സബ്ജക്റ്റ് ഐത്തിക്കറ്, വിഷയത്തിക്കറ് നക്ക് തന്നത് ದಾರಿ ತಪ್ಪುತ್ತಿರುವ ಯುವಕ ಯುವತಿಯರು. അരമണിക്കൂർ കൊണ്ടുച്ച ഒരു മണിക്കൂർ കൊണ്ടുത്ത തീർக்கிற വിഷയമല്ല. நான்
അതിനെ മുഖ്യമായിട്ടുള്ളതായ ഭാഗത്തേക്ക് മാത്രമേ ചിക്കറ് കടന്നിട്ട് പണ്ടത്. ഏ ദാരിയുടെ വിഷയ ചിക്കറൂടെ ചെന്നത് ದುನಿಯಾವಲು ಚೆಮ್ಮೆ ದಾರಿ ಚೆಮ್ಮೆ ವೇ ನಂಗೆ ಕಾಣೋಕು ಸಾಧ್ಯ. പല നിലക്കുള്ളതായ വിശ്വാസങ്ങളും പല നിലക്കുള്ളതായ പ്രവർത്തനങ്ങളും പല നിലക്കുള്ളതായ അനുഷ്ഠാന കർമ്മങ്ങളും ആക്രതായ പലതരത്തിലുള്ളതായ ആൾമാരെ നമുക്ക് കാണാൻ സാധ്യവും. എന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ പേര് ചെന്നിട്ട് ನಾನು ಮುಸ್ಲಿಮಾಯಿ ತಿಕ್ಕರಚಂತ ಪ್ರಖ್ಯಾಪನಾಕಿತ್ತು ഇസ്ലാമായിട്ട് അഭിനയിച്ചിട്ട് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ അനുഷ്ഠാന കർമ്മവുമായിട്ട് വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ടച്ചേ ഇല്ലാതെ ഗഫലത്തില് അശ്രദ്ധയില് ജീവിക്കുന്നതായ ധാരാളമായിട്ടുള്ളതായ ആൾമാരെ നമുക്ക് കാണുക സാധ്യമാണ്. ഊടയിച്ചിക്കര് ഞങ്ങൾ മനസ്സിലാക്കണായത് ഏതയിച്ചിക്കര് ശരിയായിട്ടുള്ളതായ മാർഗം ഏതിൽ നിന്നയിച്ചിക്കര് ഞങ്ങളെ യുവ സമൂഹ തെരുത്തപ്പാട്ടിയുണ്ടുള്ളത് ഏതിൽ നിന്നയിച്ചിക്കര് തെരു തപ്പിയോണ്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ളതായ അല്ലാഹു തൃപ്തിപ്പെട്ടതായ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ പക്കല് അല്ലാഹു സ്വീകരിക്കുന്നതായ മതം അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആയിട്ടിക്കറ് അതിരെ ഉടമസ്ഥൻ അല്ലാഹു ആയിട്ടിക്കറ അതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയവണു അതിരെ ഹുക്കുമുകൾ ഉണ്ടാക്കിയവണു അല്ലാഹു ആയിട്ടിക്കറ ആ ദീനുൽ ഇസ്ലാമുಲು അടിയുറച്ചിട്ട് ദീനുൽ ഇസ്ലാം നന്റൊട്ടിಗೆ നിർദ്ദേശിച്ചതായ കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടാ ഒമാ ആതാകുമുർ റസൂലു ഫഖുദു ഒമാ നഹാകും അൻഹു ഫന്തഹു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹസ്റിൽ ചെന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഏതൊന്ന് കൽപ്പിച്ചിറ അതിനെ പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നത് അനുസരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നിൽ നിന്ന് നിങ്ങളെ വിട്ടു നിൽക്കുക ചെന്നറ അതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടു നിൽക്കരുത്. അതായിട്ടിക്കര് യഥാർത്ഥമായിട്ടുള്ളതായ ദീനുൽ ഇസ്ലാമുരെ മാർഗ. ആ മാർഗത്തിൽ നിന്ന് തെരുതപ്പുറതായ ധാരാളമായിട്ടുള്ളതായ മക്കളെ നമുക്ക് കാണുക സാധ്യവും. ധാരാളമായിട്ടുള്ളതായ യുവതിമാരെ നമുക്ക് കാണുക സാധ്യവും. ധാരാളമായിട്ടുള്ളതായ വാർദ്ധക്യത്തിൽ എത്തിയതായ മനുഷ്യന്മാരെ നമുക്ക് കാണുക സാധ്യവും. അതുകൊണ്ടു ഞങ്ങൾ മനസ്സിലാക്കണായത് അത് ബുദ്ധൻട്ടായെങ്കില് അത് അവനക്ക് നഷ്ടമായിട്ടായെങ്കില് ആ മാർഗത്തിൽ അവന് ഇല്ലണ്ടായെങ്കില് അവന്റെ ജീവിതം നഷ്ടത്തിലായിട്ടിക്കറ് നഷ്ടത്തിന് മേലുള്ളതായ നഷ്ടമായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആൻ 3-ാമത്തെ അധ്യായ സൂറത്ത് ആല ഇംറാനിലെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചെന്ന വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഓർത്ത ഇസ്ലാം അല്ലാത്തതിരെ അല്ലാഹു പഠിപ്പിക്കാത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്തിരെ ചര്യലില്ലാത്തത് ദീനായിട്ട് ഓർത്ത സ്വീകരിച്ചിട്ടായെങ്കില്
ഫലൻ യുഖ്ബല മിൻഹു അല്ലാഹു സുബ്ഹാനഹു തആല അവനിൽ നിന്ന് അത് സ്വീകരിക്കില്ല, അക്സെപ്റ്റ് ആക്കില്ല എന്ന് മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ മരണാനന്തര ഉള്ളതായ ശാശ്വതമായിട്ടുള്ളതായ പരലോകത്തിൽ അവനു തീരാ നഷ്ടത്തിലായി തിക്കറ. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ചെന്നുകൊണ്ട് വന്നത് ദീനുൽ ഇസ്ലാം അല്ലാത്തതായ മാർഗ വൃത്ത സ്വീകരിച്ചിട്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളതായ വിശുദ്ധമായിട്ടുള്ളതായ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ചര്യയിൽ നിന്നും ഒരുത്ത വിട്ടു നിൽക്കേണ്ടെങ്കിൽ പിന്നെ അവന് ഏത് ആക്കിയെങ്കിലും നല്ലത് ചെന്ന് വിചാരിച്ചിട്ട് ഏത് പ്രവർത്തി അവൻ ആക്കിയെങ്കിലും അത് നഷ്ടത്തിലെത്തിക്കര്, പരാജയത്തിലെത്തിക്കര്, ആഖിറത്തില് പരാജയ സംഭവിച്ചതായ ആൽമാരെ കൂട്ടത്തിലെത്തിക്കര ചെന്ന് വിശുദ്ധ ഖുർആൻ ചൊല്ലുമ്പോ ഞങ്ങളെ മക്ക എങ്ങനെ എത്തിക്കര് ദാരി തപ്പുറത് ഒരിക്കലും ഞങ്ങളെ മക്കളെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതായ ആ രീതിയിൽ ഞങ്ങളെ തർബിയത്താക്കിയെങ്കിൽ ഞങ്ങളെ ബൽത്തിയെങ്കിൽ അങ്ക് ധാർമ്മികമായിട്ടുള്ളതായ ശറഈയായിട്ടുള്ളതായ ഇൽമു കൊടുത്തെങ്കിൽ ಅದರೊಟ್ಟಿಗೆ ಭೌತಿಕಮಾയിട്ടുള്ളതായ ಇಲ್ಮು ಕೊಡ್ತೆಂಟೆങ്കിൽ ഒരിക്കലും ഞങ്ങളെ മക്ക തെറുത്തപ്പോകു സാധ്യമേ ഇല്ല. ഇണ്ട് ഒരു ദുരന്ത വേണമെങ്കിൽ ചെല്ല ധാർമ്മികമായിട്ടുള്ള ഇൽമുഗു അറിവുഗു പ്രോത്സാഹ കൊടുക്കാമാറ് കേവല ലൗകികമായിട്ടുള്ളതായ വിദ്യാഭ്യാസത്തിന്റെ പിറവില് മാത്രം പോയിട്ട് മക്കൾക്ക് ദീൻ എന്തായിച്ചിക്കര്, മദ്രസ എന്തായിച്ചിക്കര്, പള്ളി എന്തായിച്ചിക്കര്, പള്ളിയുമായിട്ടുള്ളതായ ബന്ധം എന്തായിച്ചിക്കര് പിടിയില്ലാമാറ് ഗഫലത്തില് നാൽക്കാലി മൃഗത്തിനെക്കാട്ടി കടയായിട്ട് ജീവിക്കുന്നതായ എത്ര എത്ര ബാലക്കാരെ, എത്ര എത്ര യുവതിമാരെ, ബാലക്കാർത്തിമാരെ ഞങ്ങൾക്ക് കാണുക സാധ്യവും. സഹോദരന്മാരെ ചിന്തിക്കുറുണിങ്ങ എന്തൊരു ദുരന്തമായി ചിക്കറും അവിടെ അയച്ചു ബേനു മഹാന്മാരായ അമ്പിയാക്കന്മാർ, അതേപോലെ മുന്നിൽ കഴിഞ്ഞുപോയതായ സലഫു സ്വാലിഹീങ്ങ മഹാന്മാർ അങ്ങ് എങ്ങനെ ജീവിച്ചാറ്, അങ്ങളെ മക്കൾക്ക് ഏ നിലക്ക് തർബിയത്ത് കൊടുത്താറ്, അങ്ങളെ മക്കൾ അങ്ങ് എങ്ങനെ വളർത്തിയെടുത്താറ്, അങ്ങളെ മക്കളൊട്ടിക്കുള്ളതായ ബാധ്യത്തെ ജവാബ്ദാരി അങ്ങ് എങ്ങനെ പൂർത്തിയാക്കിയാറ്, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വിഷയത്തിക്കറ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, അത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടിയെങ്കിൽ, ഞങ്ങൾ പഠിച്ചെങ്കിൽ, ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഈ മക്ക ചെറുതപ്പല്, ഈ മക്ക കല്ലുകുടിയുടെ പിറവില് പോവല്, വ്യഭിചാരത്തിലെ പിറവില് പോവല്, ഗാഞ്ചത്തിലെ പിറവില് പോവല്, ഡ്രഗ്സിന്റെ പിറവില് പോവല്, അതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തിന്റെ പിറവില് പോവല്. കാരണം ആ മക്കൾക്ക് നാനൊരു മുസ്ലിം ആയിത്തിക്കര്, നാണ് ദീനുൽ ഇസ്ലാം സ്വീകരിച്ചവനായിത്തിക്കര്, അള്ളാഹുരെ പള്ളിയുമായിട്ടുള്ളതായ ബന്ധമുള്ളവനായിത്തിക്കര്, നിസ്കരിக்கிறവനായിത്തിക്കര്. ഈ ഒരു ബോധ ആ മക്കൾക്ക് വരും. നക്ക് മരിക്കുണ്ടു, മരണാനന്തരം ഉള്ളതായ ഒരു ജീവിതം ഉണ്ടു, അത് ശാശ്വതമായിത്തിക്കര്. അവിടെ നന്റെ ഈ ദുനിയാവുരെ ജീവിതത്തിന്റെ വിഷയത്തില്, നന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തില്, നന്റെ സമ്പത്തിന്റെ വിഷയത്തില്, നക്ക് അല്ലാഹു തആല തന്നതായ നിഅമത്തിന്റെ വിഷയത്തില് പ്രതിയൊന്നും ക്ലിപ്തമായിട്ടുള്ളതായ ചോദ്യമുണ്ടു. അവിടെ നന്റെ റബ്ബുഗുണാണ് മറുപടി കൊടുക്കണോ. ആ മറുപടി കൊടുക്കാമാറ് നന്റെ കാൽപാദത്തിന് ഒരു സ്റ്റെപ്പ് പോലും മുന്നിൽ ഉപയോഗിക്കുക സാധ്യയില്ല ചെല്ലതായ ഒരു ബോധം എനിക്ക് വരും.
ಅದಕ್ಕೆ ಐತಿಕರು ഖുർആനുകും സുന്നത്തുകും മടങ്ങുന്നു ചിലർ നോക്കർ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനിലെ പ്രവാചകന്മാർ മുഖേന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുഖേന അങ്ങങ്ങളെ മക്കളെ എങ്ങനെ തർബിയത്തായിക്കൊണ്ടിരുന്നാറ്, അങ്ങളെ മക്കളെ അങ്ങ് എങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നാറ്, അങ്ങളെ മക്കളെ അങ്ങ് എങ്ങനെ വളർത്തിയാറ് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചരിത്രത്തിലെ സാക്ഷിയാക്കിയിട്ട് വിശുദ്ധ ഖുർആനിൽ ചിലർ. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറ അതിലെ 132-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ മക്കകാക്കിയതായ വസിയത്ത് നിങ്ങൾ നോക്കൂ. കൂടെ കൂടിയതായ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഹിരിയായങ്ങളെ, ഞങ്ങൾ മനസ്സിലാക്കണായ വിഷയത്തിക്കർ നന്റെ മോള് തെരുത്തപ്പിരാള്, നന്റെ മോണ് തെരുത്തപ്പിര നിങ്ങൾ ദുആർ കുറിച്ചെന്നിട്ട് കാലി ദുആ കൊണ്ട് ഏൽപ്പിച്ചെങ്കിലും അയ്യാവല്. അതുക്ക് മുന്നുള്ള ഞങ്ങൾ ചിന്തിക്കണായത്, മനസ്സിലാക്കണായത് നന്റെ മോള്, നന്റെ മോന് ദീനുൽ ഇസ്ലാം ഒരു ചട്ടക്കൂട്ടുള്ളൂ. അള്ളയും റസൂലും പഠിപ്പാട്ടിയതനുസരിച്ചിട്ട് അങ്ങനെ ബൽത്തിയെടുക്കുക സാധ്യയിര, ഞങ്ങളൊട്ടിക്ക് ഉള്ളതായ ജവാബ്ദാരി നക്ക് പൂർത്തീകരിക്കുക സാധ്യയിര. അത് ചിന്തിച്ചിട്ടായിട്ട് വേണോ ഞങ്ങൾ ദ്വാരക്കൊക്കെ വേനായിട്ട് ചെല്ലോണായത്, ഞങ്ങൾ ദ്വാരക്കോണായത്. അതൈറ്റിക്കരെ അമ്പിയാക്കന്മാരെ ചരിത്രത്തിലെ സാക്ഷിയാക്കിയിട്ട് അല്ലാഹു തആല ചെല്ലുക. എന്തായിറ്റിക്കരെ വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅ്കൂബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഞങ്ങളെ മക്കൾക്ക് ഉപദേശാക്കിയാറ്, വസിയത്താക്കിയാറ്. എന്തായിത്തിക്കൊരു വസിയത്ത്, ഏതായിത്തിക്കൊരു വസിയത്ത്? യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ പൊന്നുമക്കളെ, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് സെലക്ഷൻ ആക്കിയിട്ട് തന്നരാ, അല്ലാഹു തെരഞ്ഞെടുത്തരാ, സെലക്ട് ആക്കിരാ. ഈ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ദീനായിട്ടിക്കര് ഇതിൽ ഒതുങ്ങിച്ച് നിങ്ങൾ നിക്കണോ. ഇത് അല്ലാഹു തെരഞ്ഞെടുത്തതായിട്ടിക്കര്. അതുകൊണ്ട് പൊന്നുമക്കളെ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളൊട്ടിക്ക് ചൊല്ലുള്ളത് എന്താ ഐറ്റിക്കര്? ഇന്നതായ സൗകര്യം നിങ്ങൾ ആക്കിച്ചു വെക്കോറോ, ഇന്നതെല്ല നിങ്ങൾ നേടിയെടുക്കോറോ ചെന്തല്ല. ഈ ദീനിൽ അടിയുറച്ച് നിന്നിട്ട് അവസാനം മരിക്കുന്നതായ സന്ദർഭത്തില് യഥാർത്ഥ മുസ്ലിം അല്ലാതെ, യഥാർത്ഥ സത്യവിശ്വാസി അല്ലാതെ നിങ്ങൾ മരിക്കു തീര ചെന്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ മക്കൾക്ക് അങ്ങ് വസിയത്താക്കി തിന്നണ്ടെങ്കില് നെഞ്ഞത്ത് കൈവച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കണ്ടേ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ എന്തിനെ ഉപദേശാക്കിയ, എന്തായിട്ടിക്കറ് ഞങ്ങൾ വസിയത്താക്കിയേ. ഒരു പക്ഷെ ഞങ്ങൾ ചിന്തിക്കുക, SLC നീന് നല്ല മാർക്ക് എടുത്തിട്ടായെങ്കില്, അതേപോലെ ഡിഗ്രിയിൽ നീന് നല്ല മാർക്ക് എടുത്തിട്ടായെങ്കില് നിക്കനാണ് ഇന്നത് എടുത്തു തരുവേ. മൊബൈൽ വേനണ്ടായെങ്കിൽ മൊബൈല്, ഗാഡി വേനണ്ടായെങ്കിൽ ഗാഡി. നിക്ക് എന്തിനെ വേണു, നിക്ക് എവിടേക്ക് പോവണോ, നീൻ എന്തിനായിട്ടിക്കറ ആഗ്രഹിക്കരുത്, അതെല്ലാം നിക്ക് നാണ് തറകു റെഡിയുള്ള ചെന്ത്. ചിലപ്പോ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ഓഫർ കൊടുത്തു തീക്കുക. അതേപോലെ ഞങ്ങളെ മക്കളൊട്ടിക്ക് ഞങ്ങൾ ചെന്നരാമ മദ്രസത്തിൽ നല്ല നിലക്ക് നീന് പഠിച്ചിട്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നല്ല നിലക്ക് നീന് പഠിച്ചിട്ട്, വിശുദ്ധമായ ഖുർആനിനെ നീന് ഹിഫ്ളാക്കിയിട്ടായെങ്കില്, അതേപോലെ മദ്രസത്തിൽ പഠിച്ചിട്ട് നല്ല നിലക്ക് നീന് മാർക്ക് എടുത്തിട്ടായെങ്കില്, നീ നല്ല ഒരു വിദ്യാർത്ഥിയായിട്ട് പേരെടുത്തിട്ടായെങ്കില്
നിക്ക് നാണ് ഇന്ന സൗകര്യാക്കിട്ട് തരുവേ, ഇന്നത് നാണ് നിക്ക് തറുവ ചെന്നിട്ട് മക്കൾക്ക് പ്രോത്സാഹനം കൊടുത്തതായ പേരൻസ്മാർ എത്ര പേരൻസ്മാരുള്ളാറ് അവിടെ പേര് ചിന്തിക്കണേ. അവിടെ പേര് ഞങ്ങൾ അമ്പിയാക്കന്മാരെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകണായത് ചിന്തില്ലേ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല 133 ആയത്ത് ബക്കറത് 133 ആയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമുക്ക് മൗത്ത് ബന്ത് എത്തിയതായ സന്ദർഭ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു അന്തിമ നിമിഷ സഖറാത്തുര നിമിഷ യാക്കൂബ് നബി അലൈഹിസ്സലാം ആക്കിയ പണിയന്ത്രി നോക്കൂ. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാമുക്ക് മൗത്ത് ബന്ത് എത്തിയതായ സന്ദർഭ അവസാന നിമിഷത്തില് ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചിട്ട് തന്റെ മുട്ട വിളിച്ചിട്ട് എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം വസിയത്താക്കറ്. യാക്കൂബ് നബി അലൈഹിസ്സലാം കേക്കറ്. എന്തായിട്ട് കേക്കറത്? മാ തഅബുദൂന മിൻ ബഅദി. എന്റെ പൊന്നു മക്കളെ, നക്ക് അറിയുവനായത് എന്തായിച്ചിക്കറ്? നന്റെ ഹയാത്ത് കാലത്തിൽ നിങ്ങൾ എന്തിനാ ആക്കിയാറ് ചെന്ത് മാത്രല്ല നക്ക് അറിയുവനായത്. നന്റെ അവസാനത്തെ നിമിഷമായി തിക്കറ് നക്ക് നിങ്ങളൊട്ടിക ചൊല്ലുകൊള്ളത്. നക്ക് അതൊന്നു കേട്ടിട്ട് മരിക്കണോ എന്തായിച്ചിക്കറ്? മാ തഅബുദൂന മിൻ ബഅദി. എന്റെ പൊന്നു മക്കളെ, നാണ് മരിച്ചെങ്കിൽ നിങ്ങ ആരാധിക്കുവാറ്, നിങ്ങ ആരുടെ ഇബാദത്ത് എടുക്കുവാറ്, ആരെ വിളിച്ചിട്ട് നിങ്ങ തേടുവാറ്, ആരെ മേലെ നിങ്ങ തവക്കുലാക്കുവാറ്, നിങ്ങളെ ഇബാദത്ത് ആര് കൈത്തിക്കും നോക്കൂ. ഒരപ്പരെ അന്തിമ നിമിഷത്തില് അവസാന നിമിഷത്തില് അറിയരുത് നാണ് മരിച്ചെന്ന്. പിന്നെ നന്റെ മക്ക തിരുത്തപ്പോവാ, നന്റെ മക്ക ഈ ദീനുൽ ഇസ്ലാം വിട്ടുപോവാറാ, നന്റെ മക്ക അനിസ്ലാമികമായിട്ടുള്ളതായ കാര്യത്തിക്ക് ചട്ടുവട്ടിക്ക് പോവാറ ചെല്ലതായ ഭയമായി ചിക്കറ്, ഭീതിയായി ചിക്കറ്. അതായി ചിക്കറ് യാക്കൂബ് നബി അലൈഹിസ്സലാം അവസാന നിമിഷത്തില് സക്കറാത്തുൽ മൗത്തിര നമ്പല സഹിച്ചിട്ടു മക്കളെ വിളിച്ചിട്ട് കേക്കരണ്ടെങ്കിലേ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തില് സക്കറാത്തിര സന്ദർഭത്തിലല്ല അല്ലാത്ത സന്ദർഭത്തില് മക്കളൊട്ടിಗೆ കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോത്തുകോ, മക്കളൊട്ടിಗೆ കൂടിയിട്ട് സുഖദുഃഖ പലക്ക പറയുമ്പോത്തുകൂ, മക്കളൊട്ടിಗೆ കൂടിയിട്ട് ടൂർ പോകുമ്പോത്തുകോ, മക്കളൊട്ടിಗೆ കൂടിയിട്ട് ഉല്ലസിക്കുമ്പോത്തുകോ, ദീനിന്റെ വിഷയത്തിൽ ഞങ്ങളെ മക്കൾക്ക് എന്തിനെ ബോധന കൊടുത്തിരണങ്ങ, എന്തയിച്ചിക്കിരണങ്ങ ബോധന കൊടുത്തിര. പിന്നെ മക്ക തെരുത്തപ്പാണ്ടിക്കുന്നത് എന്തയിച്ചിക്കര് തെരുത്തപ്പാണ്ടിക്കുന്നത്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം ഒരു നിയമം എന്തയിച്ചിക്കര് അതിൽ ഞങ്ങ സുറൂഗുണങ്ങളെ മക്കളെ ഞങ്ങ കൊണ്ടുവരും. ബാക്കി വിഷയം പിന്നെ അതൊരു അപ്പരെ ജവാബ്ദാരി അയച്ചിക്കർ, അതൊരു ഉമ്മരെ ജവാബ്ദാരി അയച്ചിക്കർ. അതയച്ചിക്കർ ദീനുൽ ഇസ്ലാം പഠിപ്പാട്ടത്. മഹാന്മാരായ ഫുഖഹാക്കന്മാർ ചെന്നാറ് ഫസ്റ്റ് നിന്റെ മോണുകു നിന്റെ മോളുകു നീ പഠിപ്പാട്ടി കൊടുക്കണായത് അല്ലാഹുവിന്റെ വിഷയത്തിലയച്ചിക്കര്, അല്ലാഹുവിന്റെ വിഷയത്തിലയച്ചിക്കര്. ആരായിച്ചിക്കര മോനെ? നിന്നെ സൃഷ്ടിച്ചത്, നന്നെ സൃഷ്ടിച്ചത്, ഇതുക്ക് മുന്നിൽ വന്നതായ ആൾമാരെ സൃഷ്ടിച്ചത്, ഇനി ബറകുള്ളതായ ആൾമാരെ സൃഷ്ടിച്ചത്. ആകാശങ്ങളെ സൃഷ്ടിച്ചതാറ്, ഭൂമിയെ സൃഷ്ടിച്ചതാറ്, സൂര്യരെ സൃഷ്ടിച്ചതാറ്, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതാറ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതായ സർവവസ്തുരെയും പടച്ചിട്ട് സൃഷ്ടിച്ചിട്ട് നിയന്ത്രിക്കുന്നത് പരിപാലിക്കുന്നത് ആര്? ഇങ്ങനെ
അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ വിഷയത്തില് മക്കൾക്ക് സുറൂഖെ പഠിപ്പാട്ടി കൊടുക്കണോ. നിപ്പാട്ട് പ്രാസ്താവിക ഭാഷണത്തിൽ ചെന്ന പോലെ എന്റെ മുസ്ലിം സമുദായത്തിലുള്ളതായ അപ്പ ഉമ്മ മക്കളെ ബർത്ത്ഡേ കൊണ്ടാടിയിട്ടു അതുപോലെയുള്ളതായ മക്കൾക്ക് ജീനല്ലാത്തതായി ഏതെല്ലാം ഉണ്ടാ ಅದಕ್ಕೆ പ്രോത്സാഹന കൊടുത്തിട്ടും അതിന്റെ കാരണത്തിലെത്തിക്കരെ ഈ കാലഘട്ടത്തിലുള്ളതായ മക്ക തെരുത്തപ്പക്കുള്ളതായ മുഖ്യ കാരണ അത് ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പാട്ട് വിശേഷിക്കർ. അതുകൊണ്ട് എത്തിക്കർ അമ്പിയാക്കന്മാർ പേടിച്ചത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെയുള്ള പ്രവാചകന്മാർ. ആ സന്ദർഭത്തിലായി തിക്കറ് മക്ക ചെല്ലുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരൊട്ടിಗೆ ഖാലൂ നഅ്ബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാക ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരൊട്ടിಗೆ മക്ക ചെല്ലുறாரு. ബാപ്പാ ഞങ്ങൾ ആരാധിക്കുന്നത് നഅ്ബുദു ഇലാഹക, ഞങ്ങളെ റബ്ബു ഗൈത്തിക്കർ, ഞങ്ങളെ ഇലാഹ് ഗൈത്തിക്കർ ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാക, ഞങ്ങളെ പിതാമഹന്മാരായിട്ടുള്ളതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അങ്ങെല്ലാരും ഇലാഹൻ വാഹിദ, ഒരേ റബ്ബുകൾ അങ്ങ് ആരാധിച്ചത്. അവനുക്ക് മാത്രല്ലേ ഇബാദത്തെടുത്തത്, അവന്റെ മേലിൽ മാത്രല്ലേ തവക്കുലാക്കിയത്, അവന്റെ മേലിൽ മാത്രല്ലേ വിശ്വാസം ഇട്ടത്, അവനുക്ക് മാത്രല്ലേ നേർച്ച വഴിപാടുകൾ നടത്തിയത്, അവന്റെ പ്രതിഫലം മാത്രല്ലേ അങ്ങ് ആഗ്രഹിച്ചത്. അതേപോലെ ഞങ്ങവും ഒരിക്കലും ഞങ്ങ തെരുത്തപ്പി പോവലെ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങ മുസ്ലിം ഐതിക്കറ, യഥാർത്ഥ മുസ്ലിം ഐതിക്കറ. നോക്കൂ, ഈ ഒരു ശുഭവാർത്ത, സന്തോഷ വാർത്ത ഒരു സത്യവിശ്വാസിയായിട്ടുള്ളേ, ഒരു മുവഹിദായിട്ടുള്ളതായ ഒരു അബ്ബാവട്ട് ഉമ്മാവട്ട് മരിക്കുന്നതായ സന്ദർഭത്തില് മക്കളെ ബായിൽ നിന്ന് ഈ ഒരു പലക്ക കേട്ടിട്ടെങ്കില് അങ്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും എന്തെന്നില്ലാത്തതായ ആഹ്ലാദമാവും. ഈ മക്കൾക്ക് വേനായിട്ട് അധ്വാനിച്ചത്, ഈ മക്കൾക്ക് വേനായിട്ട് കഷ്ടപ്പെട്ടത്, ഈ മക്കൾക്ക് വേനായിട്ട് ചോര നീരാക്കിയതിന് തിക്തമായിട്ടുള്ള ഫല കിട്ടിത്ത് ചെല്ലുന്നതായ ആ ഒരു സന്തോഷത്തിലെത്തിക്കും ഞങ്ങളെ മക്ക, ആ ഒരു സന്തോഷത്തിലെത്തിക്കും അങ്ങ് മരണപ്പെട്ടത്. ആയെങ്കിലോ യാർത്തിലേറെ ആൾമാർക്ക് അത് കിട്ടിയോണ്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതായിത്തിക്കരെ വിശുദ്ധമായ ഖുർആനില് എത്രയെത്ര സംഭവമായി തിക്കറ്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായ സൂറത്ത് ലുഖ്മാൻ നോക്കരണ്ടായെങ്കിൽ ലുഖ്മാൻ അലൈഹിസ്സലാം, ലുഖ്മാനിലെ 13 പിന്നുള്ള ആയത്ത് നിങ്ങൾ നോക്കൂ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മോനുക്ക് കൊടുത്തതായ ഉപദേശ പ്രതി ഒരു വിഷയത്തില് അത് ഞങ്ങൾക്ക് മാതൃക എത്തിക്കര്. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണായത് എത്തിക്കര്. ഞങ്ങളെ തലമുറക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണായത് എത്തിക്കര്. സവിസ്താരമായിട്ട് അല്ലാഹു തആല ചെല്ലുറ. അതുക്ക് ഞാൻ കടക്കില്ല. അതിൽ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ നോക്കൂ. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇലുഹു, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് തന്റെ മോനുക്ക് ഉപദേശാക്കറ്, തന്റെ മോനുക്ക് നസീഹത്ത് ചെന്നു കൊടുക്കുറു. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്,
ഒരിക്കലും അല്ലാഹുക്ക് പാർട്ട്ണറാക്കിരണ്ട. അല്ലാഹുടെ റുബൂബിയത്തിലാവട്ടെ, അല്ലാഹുടെ ഉലൂഹിയത്തിലാവട്ടെ, അല്ലാഹുടെ അസ്മാഇലാ സിഫാത്തിലാ അല്ലാഹുക്ക് പാർട്ട്ണർ കൊണ്ട് വേണ്ടതായിട്ട് ശിർക്ക്. ഒരിക്കലും നീന അല്ലാഹുക്ക് ഒന്നരെയും നീന പാർട്ട്ണറാക്കിരണ്ട. കാരണം എന്തേ? ഇന്ന ശിർക്കല ദുൽമുൻ അളീം. ശിർക്ക് ചെൽறது അത് ഘോരമായിട്ടുള്ളതായ അപരാധമായിട്ടിക്കറ്, ഏറ്റവും വലിയതായ അപരാധമായിട്ടിക്കറ്. കള്ള് കുടിക്കുന്നതിനെ കാട്ടി, വ്യഭിചരിക്കുന്നതിനെ കാട്ടി, ബഡ്ഡി എടുക്കുന്നതും കൊടുക്കുന്നതിനെ കാട്ടി, എല്ലാ ബന്ധോഷത്തിനെ കാട്ടി ഏറ്റവും വലിയതായ കൊടിയ പാപമായിട്ടിക്കറ് ശിർക്ക്. ശിർക്ക് ഒരു കടുകുമണിരത്തിൽ അവന്റെ ഹൃദയത്തിൽ ഇന്ന് ഉണ്ടായെങ്കിൽ അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല, അവന്റെ നോമ്പ് സ്വീകരിക്കില്ല, അവന്റെ സകാത്ത് സ്വീകരിക്കില്ല, അവന്റെ ഒരു സത്കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, സഹോദരിമാരെ, സലഫി പ്രസ്ഥാന ഇത് തുടങ്ങിയതിന് പിന്നെ ഇണ്ടത്തോളം കാര്യമായ നിലക്ക് ശിർക്കും തൗഹീദും സമുദായത്തിന് മുന്നിൽ പിടിച്ചു ചെന്നുകൊണ്ടുള്ളത്. ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല കുടുംബത്തിന് ബുടണുകായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല റായ ബുടണുകായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല മക്കളെ ബുടണുകായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല പെഞ്ഞായിര ബുടണുകായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല അടി തിന്നോണുകായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല മരിക്കുകയായിട്ട് വന്നത്, ಅದಕ್ಕೆ ಬೇನಾയിട്ടല്ല അവ പുട്ടുത്തു ബസ് സ്റ്റാൻഡിൽ വരെ ഉറങ്ങിയതായ എത്രയെത്ര സലഫി സഹോദരന്മാരെ ചരിത്രമുണ്ടു. അതായിട്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ ചെറിയ മോനുക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഉപദേശ അതായിട്ട് ആ നിലക്ക് മക്കളനങ്ങ് തർബിയത്താക്കിയിട്ട് ഉപദേശിച്ചിട്ട് കൊണ്ടുവന്നിട്ടെങ്കിൽ ആ മക്ക ഒരിക്കലും ചെറുത്തപ്പല് ഇണ്ട് ഖേദകര ചെല്ല സഹോദരന്മാരെ, എത്ര സംഭവമായി ജന്നാൽ മുന്നിലാണ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ നോക്കിയ സത്യ ചെല്ലെങ്കിൽ ഭയങ്കര ഖേദമായി. എന്താ ആ വീഡിയോ? ഒരു അബ്ബായോണു ചെല്റതായ ദുഃഖ ഇച്ചിക്കരെ നക്ക് ഒരേ മോണ ഇച്ചിക്കര. ನಾನು ಆ ಮೋನುಗೂ ಎಲ್ಲ ಎಜುಕೇಶನ್ ಕೊಡುತ್ತೆ. നക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ മുക്കാൽ ഭാഗവും അവന്റെ എഡ്യൂക്കേഷനുക്ക് വേനായിട്ടാണ് ചെലവാക്കിയ. ഗാഡി വേണു ചെന്ന അത് കൊടുത്ത്, ഇന്ന വാഹന വേണു ചെന്ന അത് കൊടുത്ത്, ഇന്ന മൊബൈൽ വേണു ചെന്ന അതും ನಾನು കൊടുത്ത്. പക്ഷേ നക്ക് പറ്റിയതായ വലിയ ഒരു അബദ്ധം എന്തിനെ ചെന്നിട്ടെങ്കില് മദ്രസക്ക് ശരിക്ക് കടത്തുകയില്ല, മദ്രസ പഠിപ്പാട്ടുകയില്ല, പള്ളിക്ക് കൃത്യമായിട്ട് കടത്തുകയില്ല, ദീനിക്ക് പ്രോത്സാഹനം കൊടുക്കുകയില്ല. അതല്ലാത്ത ദുനിയാവൂരെ എല്ലാ വിഷയത്തിലും ನಾನು പ്രോത്സാഹനം കൊടുത്ത് എത്രത്തോളം ചെന്നെങ്കില് നീന് ഈ ഇന്ത്യരെ പുറത്തു പോയിട്ട് പഠിക്കണ്ടെങ്കില് അതുക്കും ನಾನು റെഡി വരെ എന്റെ മോണ്ടൊട്ടിക്ക് ചെന്ന് ഇണ്ട്. എന്റെ മോന്റെ അവസ്ഥ എത്രത്തോളം ചെന്നെങ്കില് അബ്ബ ചെല്ലരെ ನಾನು ആഗ്രഹിക്കുന്നത് ഒരു സമയ മക്കളെ കൊല്ലുക ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കില് എന്റെ മോനെ ನಾನು കൊല്ലാത്ത നോക്കൂ. നിങ്ങ എത്ര ദുഃഖ സഹിച്ചിരിക്കും. ഇസ്ലാം മക്കളെ കൊല്ലുക ഒരു സമയ അനുവാദ തന്നിട്ടുണ്ടെങ്കില് നന്റെ മോനെ ನಾನು ബാക്കി വെക്കലാന്ത് ഒരു മോന് ചെന്നിട്ട് ನಾನು നോക്കലാന്ത്. അത്ര കഷ്ട അവനിൽ നിന്ന് ನಾನು അനുഭവിച്ചുകൊണ്ടുള്ളേ. ഗാഞ്ചത്തിരെ പേരോളു, ഡ്രഗ്സിരെ പേരോളു, അതുപോലെയുള്ളതായ ഏതെല്ലാം ബടക്കച്ചറ ഉണ്ടാ അതിരെ പേരോളു. നന്റെ ഒരേ ആഗ്രഹം ഇന്ന് നന്റെ സമ്പത്ത് എല്ലാ അവനുക്ക് ನಾನು ചെലവാക്കുക റെഡിയുള്ളേ. അവനു സ്വർത്തക്ക് പോയില്ലെങ്കിലും നന്റെ സമ്പത്തിനെ വിറ്റിട്ട് അവന്റെ മനുഷ്യത്തുള്ളതായ തെരുനാണ് കണ്ടുപിടിക്കാത്ത. പക്ഷെ ഇപ്പൊ നക്ക അവൻ്റെ വെറുത്തു പോയിട്ട് ഈ ഒരു ഖേദ എത്ര മുസ്ലിം സമുദായത്തിലുള്ളതായ ഉമ്മമാർ, എത്ര സഹോദരന്മാർ, എത്ര അബ്ബായങ്ങ അനുഭവിച്ചുകൊണ്ടുള്ള നോക്കൂ സഹോദരന്മാരെ.
ആ കാരണത്തിലേക്ക് രണ്ട് മക്ക തെരു തപ്പിയുള്ളത്. നഊദു ബില്ലാഹ്. ഞങ്ങളൊട്ടിക്ക് എത്ര എത്ര ആൾമാർ കണ്ട അനുഭവം ചെല്ലുறாரு. ഫിസാമാല് പോലെയുള്ളതായ മാലുക്ക് പോയിട്ടെങ്കിൽ ഉസ്താദെ തലക്കീലിടണതായിട്ടുള്ളതായ അവസ്ഥ എത്തിക്കറേ. കോളേജിലെ പേര് ചെന്നിട്ട് ക്യാമ്പസിലെ പേര് ചെന്നിട്ട് ഔത്തിരെ പുറത്തായിട്ട് പോയതായ ആൺമക്ക പെൺമക്ക അങ്ങനെ ബുർഖാനെ ബാഗ് കിട്ടിട്ട് അന്യ കൗമര ആൾമാരൊട്ടിಗೆ അല്ലെങ്കിൽ മുസ്ലിം ചെല്ലുന്നതായ ಬ್ಯಾರಿ ചെല്ലുന്നതായ മക്കളൊട്ടിಗೆ ഉല്ലസിക്കുന്നത് സുഖ കൊള്ളുന്നത് പബ്ലിക്കിൽ പരസ്യമായിട്ട് അങ്ങളെ മുത്തുന്നതും അങ്ങളെ സ്പർശിക്കുന്നതും ഹറാമോ ഞങ്ങളെ കണ്ടെത്ത് മടിക്കുന്നതായ ഒരവസ്ഥക്ക് പോലും എത്തിപ്പോയിര്. എന്ത് സംഭവിച്ചിട്ട് സഹോദരന്മാരെ, ഇതൊക്കെ ഉത്തരവാദി ആര്? ഇതോടുകൂടെ തീർന്നിട്ടെങ്കിൽ സമാധാനിക്കാൻ തീരില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടിക്കുക ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ തൗഹീദിലുള്ള ഞങ്ങൾ നിസ്കരിച്ചോണ്ടുള്ള ഞങ്ങൾ നോമ്പെടുത്തോണ്ടുള്ള ഞങ്ങൾ പള്ളിക്ക് പോയോണ്ടുള്ള ഞങ്ങൾ ദാനധർമായിക്കൊണ്ടുള്ള നന്റെ മോന്റെ വിഷയ നക്കെന്തരാക്കൊണ്ടു ചെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തപ്പു ഭാവന അയച്ചിക്കര്. നാളെ പരലോകത്തിൽ ആ മക്കളെ ചെന്ന് നിങ്ങൾ കേദിക്കൊണ്ടായിട്ട് വരും. നിങ്ങൾക്കെതിരായിട്ട് ആ മക്ക റബ്ബിനൊട്ടിಗೆ സാക്ഷി ചൊല്ലും. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നതായിട്ട് സൂറത്ത് അഹ്സാബ് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന വഖാലു അങ്ങ് ചൊല്ലുവാർ. ആര് ഈ തെരുത്തപ്പിയതായ ആൾമാർ, അത് മക്കാവട്ടെ ആര് വേണമെങ്കിലും ആവട്ടെ, റബ്ബനാ ഇന്ന അതഅനാ സാദാതനാ വകുബറാഅന, നിശ്ചയമായിട്ട് പടച്ചോനെ ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങളെ രായത്തിൽ അറിയപ്പെട്ടതായ ആൾമാരെ പുരോഹിതന്മാരെ ഞങ്ങൾ അനുസരിച്ച ഫഅളല്ലൂന സബീലാ, അങ്ങനെ ഞങ്ങളെ തെരുത്തപ്പാട്ടിയാറ്. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ലഅഫൈന മിനൽ അദാബി വൽഅനഹും ലഅനൻ കബീറാ. അല്ലാഹുവേ, നക്ക് തണ്ടതായ ശിക്ഷരെ ജണ്ട് ഇരട്ടി ആറായിച്ചിക്കാറെന്നാണ് തെരുത്തപ്പുള്ളതായ കാരണ. അത് പള്ളിയിലെ ഉസ്താദായെങ്കിൽ ഉസ്താദ്, തങ്ങായെങ്കിൽ തങ്ങ, കാലിയാറായെങ്കിൽ കാലിയാറ്, ഉമ്മായെങ്കിൽ ഉമ്മ, അബ്ബായെങ്കിൽ അബ്ബ, സഹോദരായെങ്കിൽ സഹോദര, ആറ് വേണമെങ്കിലാവട്ടെ ആറായിച്ചിക്കാറെന്നാണ് തെരുത്തപ്പുള്ളതായ കാരണ. അതുകൊണ്ട് നക്ക് തണ്ടതായ ശിക്ഷയിൽ നിന്ന് അദാബിൽ നിന്ന് ജണ്ട് ഇരട്ടി അദാബ് അങ്ക് നീ കൊടു റബ്ബേ. നോക്കൂ സഹോദരന്മാരെ, അതുകൊണ്ട് ചൊല്ലുള്ളത് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം എന്ത് ചെന്ന് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പാട്ടോ. നാണ് നിപ്പാട്ടൊക്കെ പോണ്ടേ ഉണ്ട്. ഞങ്ങളെ മക്കളെ കാത്തു തെച്ചിട്ട് അങ്ങനെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തെരുത്തപ്പാട്ടക്കുള്ളതായ എല്ലാ നിലക്കുള്ളതായ ഗൂഢമായിട്ടുള്ളതായ തന്ത്ര ദുനിയാവുരെ മുക്കു മൂലൽ നടന്നുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ വിചാരിച്ചിട്ടിക്കുക ഞങ്ങളെ മക്കളെ ഞങ്ങ മദ്രസക്ക് കടത്തര, ഞങ്ങളെ മക്കളെ ഞങ്ങൾ കോളേജിക്ക് കടത്തര, ക്യാമ്പസിക്ക് കടത്തര. നിങ്ങളെ മക്ക കോളേജിക്ക് പോയിട്ട് ക്യാമ്പസിക്ക് പോയിട്ട് നിലക്ക് തിരിച്ചു ഭണ്ഡാരച്ചെന്ന് നിങ്ങൾക്ക് ചൊല്ലു സാധ്യമല്ല. ആ ഒരു പരിസ്ഥിതി ആയിട്ടിക്കറ്. ഒരു ഭാഗത്തില് ഇസ്ലാമിലെ ശത്രുക്കളായിട്ടുള്ളതായ, ഇസ്ലാമിലെ കഠിന ശത്രുക്കളായിട്ടുള്ളതായ, ഭീകരവാദിയായിട്ടുള്ളതായ ആൾമാർ ഞങ്ങളെ മക്കളെ തെരുത്തപ്പാട്ടുകുപേനായിട്ട്, ആ മക്കളെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തിടുകുപേനായിട്ട്, അങ്കെ അനിസ്ലാമികമായിട്ടുള്ളതായ കാര്യങ്ങൾ കൊണ്ടുവരുകുപേനായിട്ട് അങ്ങനെ ഗൂഢമായിട്ടുള്ളതായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എത്രമാ മുസ്ലിം സമുദായത്തിലുള്ളതായ പെൺമക്ക അതൊക്കെ ബലിപശായുള്ള. അതേപോലെ പിന്നൊരു ഭാഗത്തില് പൗരോഹിത്യത്തിൽ പെട്ടിട്ട് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാമാറ് അല്ലാഹുക്കും ഖുർആൻ അല്ലാഹുക്കും സുന്നത്തുക്കും മടങ്ങുന്നതുക്ക് ബദല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കും സുന്നത്തുക്കും വിശുദ്ധമായ ഖുർആനുക്കും മടങ്ങുന്നതുക്ക് ബദല് അമ്പിയാക്കന്മാരെ, സ്വഹാബത്തിനെ, താബീങ്ങളെ, തബഉ താബീങ്ങളെ അങ്ങ് പഠിപ്പാട്ടിയതായ ഈ സുന്ദരമായ ദീനുൽ ഇസ്ലാം ഇതിനെ യഥാർത്ഥമായ നിലക്ക് പഠിപ്പാട്ടതുക്ക് ബദല് ആ മക്കളെ പൗരോഹിത്യത്തിന് പിന്നാലെ അല്ലാഹു അല്ലാ
അല്ലാത്തങ്ങളെ വിളിച്ച് തേടുകയും അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ദർഗത്തുകയും അതുപോലെയുള്ളതായ കാര്യത്തുകയും അങ്ങനെ മേലുള്ളതായ വിശ്വാസത്തിനെ ഇട്ടുകൊടുത്തു ആ മക്കളെ തൗഹീദിൽ നിന്ന് ഈ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ മക്കളെ ഈ യുവതലമുറരെ ബദലാക്കുകയായിട്ട് ഗൂഢമായിട്ടുള്ളതായ തന്ത്ര പൗരോഹിത്യ അണ്ടും ഇണ്ടും നടന്നുകൊണ്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് അങ്ങതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ആൾമാർ വിചാരിച്ചിരിക്കാറ് അതും സത്യമായി തിക്കറ് ഇതും സത്യമായി തിക്കറ് ചെന്ന് അങ്ങനത്തെ ഒരു തീരുമാനം എന്നിട്ടെങ്കില് ഞങ്ങളെ ആഖിറമായി തിക്കറ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങളെ മക്കൾക്ക് യഥാർത്ഥമായിട്ടുള്ളതായ ദീനുൽ ഇസ്ലാം, തൗഹീദ്, വിശുദ്ധമായ ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, ഇത് മക്കളെ ഞങ്ങൾ കടുത്തിട്ട് പള്ളിയുമായിട്ടുള്ളതായ ബന്ധ, യൂത്തുമായിട്ടുള്ളതായ ബന്ധ ഉടെ നല്ല ഒരു യൂത്ത് വിങ് പ്രവർത്തിക്കരെ അങ്ങനൊട്ടിಗೆ ಸೇರ್ಪಟ್ಟಿട്ട് പ്രവർത്തിച്ചിട്ട് പഠിക്കുള്ളതായ സൗകര്യങ്ങളെ മക്കൾക്കാക്കി കൊടുക്കും. പിന്നൊരു ഭാഗത്തിൽ ഞങ്ങൾ ജാഗ്രത ആക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ധിക്കരിച്ചിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ധിക്കരിച്ചിട്ട്, അതിനെ ബഹിഷ്കരിച്ചിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതായ സ്വഹീഹായ ഹദീസുകളെ തമാസാക്കിയിട്ട്, സ്വഹാബത്തിനെ തമാസാക്കിയിട്ട്, ഹദീസിലെ മുഹദ്ദിസീങ്ങളെ തമാസാക്കിയിട്ട്, ഢോങ്കിയാക്കിയിട്ട് അങ്ങളെ ബ്രെയിൻ വാഷ് ആക്കുകയായിട്ട് ഹദീസ് നിഷേധ ഇട്ടുകൊടുക്കുന്നതായ ഹദീസ് നിഷേധിമാരെ ഗൂഢമായിട്ടുള്ളതായ തന്ത്രം നമുക്ക് കാണാൻ സാധ്യമാവും. അതേപോലെ പിന്നൊരു ഭാഗത്തില് നഗമാത്ര യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലെ ആൾമാർ, നഗമാത്ര തൗഹീദിലെ ആൾമാർ, നഗമാത്ര യഥാർത്ഥ ഇസ്ലാമായിട്ടുള്ള ആൾമാർ, ബാക്കി ആൾമാരല്ല ഇസ്ബിയത്തിലുള്ള ആൾമാരായി തിക്രാറ്, അങ്ങ് സംഘടനവാദിയായ ആൾമാരായി തിക്രാറ്, അങ്ങ് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിലില്ല, അങ്ങ് സലഫിയത്തിലില്ല, ഞങ്ങൾ യഥാർത്ഥ സലഫിയത്ത് അങ്ങല്ല സലഫിയത്തിൽ നിന്ന് പുറത്തായ ആൾമാരായി തിക്രാറ് ചെന്നിട്ട് ഞങ്ങളെ മക്കൾക്ക് ദമ്മാജിസം ഇട്ടുകൊടുത്തോ ഞങ്ങളെ മക്കളെ യഥാർത്ഥമായിട്ടുള്ളതായ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ചെറുത്തപ്പാട്ടുള്ളതായ ആ പ്രയത്നം ഒരു ഭാഗത്തിൽ നടന്നുകൊണ്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കും. പിന്നൊരു ഭാഗത്തില് യുക്തിവാദിയായ നിരീശ്വരവാദിയായിട്ടുള്ളതായ ആൾമാർ ഞങ്ങളെ പണി അങ്ങ് ആയിക്കൊണ്ടുള്ളാർ. ഈ ഒരു കാലഘട്ടത്തില് നടുലൈത്തികര് സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങളെ മക്ക ജീവിക്കരുത്. അതുകൊണ്ട് ഞങ്ങളെ മക്ക നാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകുത്തീറ, പരലോകത്തിൽ നഷ്ടപ്പെടുകുത്തീറ. പിന്നെ ഞങ്ങൾ നിരാശയാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടില് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം പഠിപ്പാട്ടിട്ട് മദ്രസക്ക് കടത്തിട്ട് ഇണ്ട് മദ്രസയുടെ അവസ്ഥ ചെന്നിട്ടെങ്കിൽ 5ാം ക്ലാസ് കഴിഞ്ഞിട്ടെങ്കിൽ മക്കയില്ല, 6ാം ക്ലാസ് ആയെങ്കിലും മക്കയില്ല, 10ാം ക്ലാസ് +1 +2 ഡിഗ്രി അതേപോലെയുള്ളതായ ദുനിയാവ് ആധുനികമായിട്ടുള്ള ഏത് കോളേജിലും ഏത് ക്യാമ്പസും ഞങ്ങളെ മക്കളെ കടത്തിരതുക്ക് ഞങ്ങൾക്ക് ഭയമില്ല. കടത്തേണ്ട ചെന്തല്ല, പഠിപ്പാട്ടേണ്ട ചെന്തല്ല. ഈ ദീനില്ലാമാറ്, ഈ ദീന് പഠിപ്പാട്ടാമാറ് കേവല ദുനിയാവുരെ വിദ്യാഭ്യാസം മാത്രം മക്കൾക്ക് കൊടുത്തിട്ടെങ്കിൽ ഈ മക്ക നാളെ തെരുത്തപ്പും. നിങ്ങക്ക് ദുനിയാവിലെ ഉപകാരത്തിക്ക് കിട്ടല്, ആഖിറത്തിൽ ഉപകാരത്തിൽ കിട്ടല്. പെണ്ണിരെ പേരവുലു, ഗാഞ്ചത്തിരെ പേരവുലു, അതേപോലെ ഡ്രഗ്സിനെ പേരവുലു, അതുപോലെയുള്ളതായ അനിസ്ലാമികമായിട്ടുള്ള ചട്ടുവട്ടികള് ഈ മക്ക അവസാനമായിട്ട് ആർക്കും വേണ്ടാത്ത ഒരു ദുരവസ്ഥ വന്നെത്തും. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം എന്തിനെ ചിന്തനങ്ങൾ പഠിക്കണോ മനസ്സിലാക്കണോ. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ മക്കൾക്ക് നല്ല നാഫിയായ ഇൽമ അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതായ മക്കളെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ മരിച്ചെങ്കിലും ഞങ്ങൾക്ക് വേനായിട്ട് പ്രാർത്ഥിക്കുന്നതായ ഞങ്ങളെ മയ്യച്ചരെ പരിപാലിക്കുന്നതായ സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ പ്രോഗ്രാമില്
എല്ലാ നിലക്ക് സഹായിച്ച, സഹകരിച്ച, സപ്പോർട്ടാക്കിയ ധാരാളമായിട്ടുള്ളതായ ആൾമാരുള്ളാറ്. ഒന്നും കൂടി ഞങ്ങളെ നെനപ്പാക്കരെ. അള്ളാഹു അങ്ങ് തക്കതായ പ്രതിഫലം അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ അവസാന തീർന്നെടുത്തോളം നിങ്ങൾ എനിക്കണോ മൗലവി അനസ് മുസ്ലിയാരെ പ്രഭാഷണ ഇച്ചിരിയാണ് നടക്കുക പോണ്ടത്. അതില് നിങ്ങളെല്ലാവരും കൂടണോ, എല്ലാ ചീന പിന്നയച്ചു പേരും നിങ്ങൾ പോണായത് ചെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തരെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങൾ നിന്ന് മരണപ്പെട്ട ആൾമാരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.